ഹലോ, വീട്ടിൽ പോയിട്ട് നമ്മൾ അടുത്ത് ഷോപ്പിങ്ങിലൊന്ന് കാണണ്ടേ? അങ്ങനെ ഒരു രാവിലെ ഞാനും ഉമ്മയും ചോട്ടും കൂടി കാർ എടുത്തിട്ട് നേരെ വിട്ട് നമ്മൾ അടുത്തുള്ള ഡിമാർട്ടിലേക്ക്. അങ്ങനെ കയറുമ്പം തന്നെ എൻ്റെ ചോട്ടുണ്ണി കണ്ട് നേരെ പോപ്കോണിലേക്ക്. എനിക്ക് അതിന് ഇറങ്ങും വരെ ഓൾക്കും എനിക്കും സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ കയറിയപാട് തന്നെ നമ്മളെ ഫസ്റ്റ് പണി നടപ്പിലാക്കി. വേറൊന്നുമില്ല, നമ്മൾ ചോട്ടിന് ആദ്യം ട്രോളിയിലാക്കാന്നുള്ളത്. ഇല്ലെങ്കിൽ ഷോപ്പിങ്ങിന് വന്ന് ഞാനും ഉമ്മയും കൂടിയിട്ട് ഓളെ പരിധി ഡിമാർട്ട് ഫുള്ള് നടക്കേണ്ടി വരും. ഫസ്റ്റ് തന്നെ നമ്മളെ സ്നാക്സിൻ്റെ സെക്ഷനേനു. ഇത് പിന്നെ ഉമ്മ കുറേ സാധനം വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് വാരി ഇടുന്നുണ്ടായിരുന്നു. സ്നാക്സിനെല്ലാം പ്രൈസ് ഓഫർ ഉള്ളതുകൊണ്ടും ബൈ വൺ ഗെറ്റ് വൺ ഉള്ളതുകൊണ്ടും എടുക്കുന്ന സാധനത്തിന് ഒരു കയ്യും കണക്കും ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ച് രണ്ടാമതൊരു ട്രോളി എടുത്തിട്ട് ഇറങ്ങേണ്ടി വരും. ഉമ്മ എന്തായാലും ബിസ്ക്കറ്റിലും കോഫി പൗഡറിലും ഒതുക്കിയോണ്ട് അതിൻ്റെ ആവശ്യം നമുക്ക് വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ അരിയും സാധനം വാങ്ങാൻ പോയി. ഇത് ചെയ്യാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഇത് പിന്നെ ഉമ്മ പറഞ്ഞെടുപ്പിച്ചാന്ന് ആരും പറയില്ല, അത്രക്കും നാച്ചുറൽ ആക്ടിങ്. അങ്ങനെ അതെല്ലാം വെയിറ്റ് ഇട്ട് ബില്ലിട്ട് വാങ്ങി. അങ്ങനെ നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് സാധനം വാങ്ങാൻ പോയിട്ടുണ്ട്. ബാത്ത് വാഷെല്ലാം തീർന്നിനേനു. അങ്ങനെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ ഈ രണ്ട് വെച്ചിട്ട് വീട്ടിലേക്കും എൻ്റെ ഹോസ്റ്റലിലേക്കും വേണ്ടിയിട്ട് ബാത്ത് വാഷ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് ഫേസ് മാസ്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പുതിയ ഫേസ് മാസ്ക് ട്രൈ ചെയ്യാൻ എടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നോക്കി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, സ്നെയിൽ മ്യൂസിൻ ഇതല്ലോ. അങ്ങനെ ലാസ്റ്റ് വിചാരിച്ച് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതന്നെ എടുക്കാൻ വിചാരിച്ചിട്ട് ഇതാണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത്, പപ്പായൻ്റെ ഷീറ്റ് മാസ്ക്. അങ്ങനെ അത് 2 എടുത്തിട്ട് ഇതും ബൈ വൺ ഗെറ്റ് വൺ ഉള്ളതുകൊണ്ട് 2 എടുത്തിട്ട് വന്നു. അങ്ങനെ എൻ്റെ ഹോസ്റ്റലിൽ ഏതോ കള്ളം കംഫർട്ട് അടിച്ച് മാറ്റിക്കൊണ്ട് കംഫർട്ടും പുതിയ വാങ്ങേണ്ടി വന്നു. പിന്നെ ഈ സ്റ്റോറേജ് ബോക്സാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഒരു പോയിന്റിന് ശേഷം ഞാൻ വ്ളോഗ് ചെയ്യുന്നത് തന്നെ മറന്നുപോയി. അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. നേരെ പുറത്തിറങ്ങി നമ്മളതാ പോപ്കോൺ അകത്താക്കി. പിന്നെ ഈ ബില്ല് ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇതിലെ 3/4 ഭാഗം സാധനം ഉമ്മ എടുത്തിട്ടാ. അങ്ങനെ വീട്ടിലെത്തി എൻ്റെ സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് ആക്കി അൽമാരിയിൽ എടുത്ത് വെച്ച്. അപ്പോൾ ശരി, ബൈ.